ആദ്യം തന്നെ അല്ലാഹു തആല ഈ സമൂഹത്തിനെ പഠിപ്പിച്ചത് നമ്മളെ നേതാവിനെ സിയാറത്ത് ചെയ്യിപ്പിച്ചിട്ടാണ്. നമ്മളെ നേതാവാരാ? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സിയാറത്ത് ചെയ്യിപ്പിച്ചില്ലേ? സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹു പറയുന്നു, സുബ്ഹാനല്ലദീ, ഒരു റബ്ബ് പരിശുദ്ധനാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അവന്റെ പ്രവർത്തനം പരിശുദ്ധമാണ്, ചോദ്യം ചെയ്യപ്പെടാവതല്ല. ഏറ്റവും വിശുദ്ധമായ പ്രവർത്തനമാണ്. എങ്ങനത്തെ റബ്ബ്? അസ്റാ ബിഅബ്ദിഹി, അവന്റെ അടിമയുടെ ശരീരത്തോടുകൂടെ ആ റബ്ബ് അവരെ രാപ്രയാണം നടത്തിയിരിക്കുന്നു, രാത്രി ഇതാ കൊണ്ടുപോയിരിക്കുന്നു. അസ്റാ ബിഅബ്ദിഹി, അള്ളാഹുവിന്റെ അടിമയുടെ ശരീരത്തിനെ അള്ളാഹു രാപ്രയാണം നടത്തി. എവിടുന്ന്? മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ. ബഹുമാനികളെ, ലോകത്ത് ഏറ്റവും ഷറഫുള്ള പള്ളി ഏതാ? ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പള്ളി ഒന്നാണ്. അതേതാ? മസ്ജിദുൽ ഹറാം, അല്ലെ? മക്കത്തുള്ള പള്ളിക്കാണല്ലോ ലക്ഷങ്ങളുടെ പവറുള്ളത്. ഏറ്റവും സ്ഥാനമുള്ളത് അവിടെയാണ്. രണ്ടാം സ്ഥാനമുള്ളത് ഏതാ? മദീനത്തെ പള്ളി, അല്ലെ? മൂന്നാം സ്ഥാനമുള്ളതാണ് ഇത് ബൈത്തുൽ മുഖദ്ദസ്. ഈ മൂന്ന് പള്ളിക്ക് ഏറ്റവും വലിയ മഹത്വമുണ്ട്. ഒന്നാം സ്ഥാനം മസ്ജിദുൽ ഹറാം, രണ്ട് മസ്ജിദുൻ നബവി, അതായത് റസൂലുള്ളാഹിന്റെ പള്ളി, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സ, ബൈത്തുൽ മുഖദ്ദസ്. ഈ മൂന്നാം സ്ഥാനമുള്ള പള്ളിക്കാണ് ഒന്നാം സ്ഥാനമുള്ള പള്ളിന്ന് കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കണം. മൂന്നാം സ്ഥാനമുള്ള പള്ളിയിൽ നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ. മസ്ജിദുൽ ഹറാമിൽ നിന്ന് റസൂലുള്ളാഹിനെ കൊണ്ടുപോകുന്നു മസ്ജിദുൽ അഖ്സയിലേക്ക്. ആകാശാരോഹണത്തിനാ കൊണ്ടുപോകുന്നത്, മിഅ്റാജിനാ പോകുന്നത്. അവ മിഅ്റാജിന് പോകാൻ സൗകര്യം അവിടെയാണ്. കാരണം ബൈത്തുൽ മുഖദ്ദസിന്റെ അവിടുന്ന് ആകാശത്തേക്ക് ഷോർട്ട് വഴിയുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് അവിടുന്ന് രേഖ ഒരു കുറുക്ക് വഴിയുണ്ട്. അതുകൊണ്ട് പെട്ടെന്നാണ് കയറിയെത്താ എന്നുള്ള നിലക്കാണോ മസ്ജിദുൽ അഖ്സയ്ക്ക് ഉണ്ടായത്? അതല്ല. പിന്നെന്താ? ഇതിനേക്കാളും പുണ്യം ആ സ്ഥലത്തായതുകൊണ്ടാണ്? അതും അല്ല. പിന്നെന്താ? എന്തിനാ അങ്ങോട്ടും ഉണ്ടായത്? എന്തേലും കാര്യം ഇവിടെ ഒന്നാം സ്ഥാനല്ലേ, നബിടുന്നല്ലേ കൊണ്ടുപോകേണ്ടത്? അതിന് കാരണമല്ല പറയണേ, ബാറക്നാ ഹൗലഹു, മസ്ജിദുൽ അഖ്സയുടെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തു. ഖാലല്ലാഹു അസ്സ വജൽ. എന്താ ബർക്കത്ത്? ഒരുപാട് മഹാന്മാര് അന്തിയുറങ്ങുന്ന സ്ഥലമാണത്. അല്ലാഹുവിന്റെ മഹാന്മാരായ അമ്പിയാക്കന്മാര് ധാരാളം അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനം അവിടെയുണ്ട്. ബാറക്നാ ഹൗലഹു, അവിടെ ഒരു മൗലവിക്ക് അർത്ഥം വെച്ച് ബാറക്നാ ഹൗലഹു പള്ളിയുടെ പവിത്രതയാണ് വിവരിക്കുന്നത്. പള്ളിയുടെ പവിത്രത പള്ളിക്കാട് പറഞ്ഞിട്ടാ. ബാറക്നാ ഹൗലഹു പള്ളിപ്പറമ്പാണ്, പള്ളിയല്ല. ബാറക്നാ ഹൗലഹു പള്ളിന്റെ ചുറ്റുഭാഗത്തെ നാം ബർക്കത്ത് ചെയ്തു. പള്ളിയുടെ ബർക്കത്തല്ല പറയണത്, പള്ളി മുത്തബറക്ക. പള്ളിന്റെ ചുറ്റുഭാഗത്ത് നാം ബർക്കത്ത് ചെയ്തു പറഞ്ഞാൽ ഏതാണത്? പള്ളിപ്പറമ്പ്. പള്ളിപ്പറമ്പിൽ എന്താ ബർക്കത്ത്? തേങ്ങാകോലെ. ലിഅന്നഹു മഖ്ബറത്തുൽ അംബിയാഇ അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, പരിശുദ്ധരായ അമ്പിയാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത്. അള്ളാഹുവിന്റെ മഹാന്മാരായ ആരിഫീങ്ങൾ ഔലിയാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് പള്ളിപ്പറമ്പിനെ നാം ബർക്കത്ത് ചെയ്തു അല്ലാഹു പറഞ്ഞത്. ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റുഭാഗത്ത് നമ്മൾ ബർക്കത്ത് ചെയ്തു. അവിടേക്കാണ് മഹാനായ നബിയുനാ റസൂലുള്ളാഹി ഓലൊക്കെ ഒന്ന് കണ്ട് ഒക്കെ സലാം പറഞ്ഞ് റാഹത്തായിട്ട് പോകണമെന്ന് പോകാൻ. ഇപ്പൊ നിങ്ങൾ ഈ ഭാഗത്തുള്ളവരൊക്കെ പോകുമ്പോണ്ടല്ലോ മടവൂരൊന്ന് പോകണം.